മണിയിലും നമ്മുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയൂലേ. പണ്ട് നമ്മുടെ വീട്ടുകാരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടില്ലേ. പണ്ടെന്നല്ല എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷെ അന്നൊക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കളിയാക്കും. പിന്നെ ദൈവത്തിന് ഇതല്ലേ പണിയെന്ന് പറയും. പക്ഷെ ഇതിൻ്റെ വില ശരിക്കും മനസ്സിലാകുന്നുണ്ടല്ലോ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോഴാണ്, പ്രവാസികളൊക്കെ ആകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഹോസ്റ്റലിലൊക്കെ പോയി പഠിക്കുന്ന പിള്ളേർക്ക് അറിയാം ഈ ആഹാരത്തിൻ്റെ വില. അതുപോലെ തന്നെ ഞാൻ പ്രവാസി ആയപ്പോഴാണ് ശരിക്കും ആഹാരത്തിൻ്റെ വില മനസ്സിലാക്കിയത്. പക്ഷേ എനിക്ക് കൂടുതലും മനസ്സിലാക്കി തന്ന ആരെന്നറിയോ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ശ്രീജിത്ത് എന്ന പേര്. എൻ്റെ വീടിനടുത്താണ്. നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ അവനുമായിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂട്ടത്തിൽ നല്ലൊരുത്തനാണ് അവനും. അപ്പം അവന് ഞാൻ ഒന്നിച്ച് ഗൾഫിൽ വർക്ക് ചെയ്യാൻ അവസരമുണ്ട്. അപ്പം ഞാനും അവനും ഒരുമിച്ച് റൂമിലൊക്കെയാണ്. അപ്പം ഫുഡ് കഴിക്കാൻ നേരം ഞാനും അവനും ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ നേരം എൻ്റെ ഇങ്ങനെ ഫുഡ് വേസ്റ്റ് ആകും എന്ന് വെച്ചാൽ ഞാൻ ഈ വിശപ്പ് കാരണം ഇഷ്ടം പോലെ ചോറ് വാരി ഇടും. പക്ഷെ കഴിക്കത്തില്ല. വയറ് നിറയുമ്പോഴത്തേക്ക് ബാക്കിയുണ്ട് കളയാൻ പോകും. ഇവ എന്നെ ശരിക്കും വഴക്ക് പറയണ്ടാ, ഇതേ ഡയലോഗ് പറയും ഓരോ അരുമണിയിലും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പോടെടുക്കാമെന്നൊക്കെ പറഞ്ഞ് പറയും. പിന്നെ ഞാൻ അവനെ ശ്രദ്ധിക്കും. കാര്യം അവൻ കഴിക്കുമ്പോൾ അവൻ ആഹാരം ആസ്വദിച്ച് കഴിക്കുന്നത്. അവൻ കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് കൊതി വരുള്ളൂ സത്യം. അങ്ങനെ ഞാനുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ബഹുമാനമായി അവനോട്. സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെ അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഞാൻ പിന്നെ എനിക്ക് വേണ്ടത് മാത്രം ഇടും, എന്നിട്ട് ഞാൻ കഴിക്കും. ആഹാരം വേസ്റ്റ് കളയത്തില്ല. കാര്യം എന്നറിയോ, ആഹാരത്തിൻ്റെ വില ശരിക്കും ഒരു പ്രവാസിയാകുമ്പോൾ മനസ്സിലാകും. അല്ലെങ്കിൽ ഈ പിള്ളേരോട് ചോദിച്ചാൽ, കോളേജ് കുട്ടികൾ ഹോസ്റ്റലൊക്കെ പോയി നിൽക്കുന്ന പിള്ളേർക്കറിയാം ആഹാരത്തിൻ്റെ വില എന്താണെന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ ആഹാരം വേസ്റ്റ് ആക്കില്ല. നമുക്കങ്ങനെ ആഹാരം വേസ്റ്റ് നമ്മളിപ്പോൾ കഴിച്ച് അധികം ഒരു ശകലം വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മിണ്ടാപ്രാണികൾക്ക് കൊടുക്കണം. അല്ലാതെ വെറുതെ വലിച്ചെറിഞ്ഞ് കളയരുത്. കാര്യം എത്രയോ പേരുണ്ടെന്നറിയോ ഒരു നേരത്തെ ആഹാരത്തിന് എത്രയോ പേര് ഇപ്പോഴും നമ്മുടെ ഈ ഭൂമിയിലുണ്ട് കിട്ടാതെ ഓടി നടക്കുന്നത്. നമ്മൾ കാണുന്നത് നമ്മുടെ കൺമുമ്പിലുണ്ട്. നമ്മൾ കണ്ടിട്ടും കാണാതെ പോകുന്ന ഉണ്ട്. നമ്മൾ കണ്ടിട്ടും കാണാതെ ഇങ്ങനെ നടക്കില്ലേ. അതുപോലെ ആഹാരം കിട്ടാതെ ഇപ്പോഴും ഉണ്ടോ നമ്മുടെ നാട്ടിൽ. വിശപ്പിൻ്റെ വില അറിയുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആഹാരം നമുക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് നമ്മൾ കഴിക്കുക. നമ്മൾ വാരി വലിച്ച് കഴിക്കാൻ നിൽക്കാതെ നമുക്ക് വേണ്ട എടുക്കുക. പിന്നെ വേണമെങ്കിൽ രണ്ടാമത് പോയി എടുക്കാമല്ലോ, ആരും എടുത്തോട്ട് പോകത്തൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ആഹാരം വേസ്റ്റ് ആക്കൽ അത് ഒരു അനുഭവമുള്ളവൻ പറയുക.